അതായത് ഒരു കുറേ 10 ബുക്സോളം നമ്മൾ ഫ്ലോറിൽ സ്കാറ്റർ ചെയ്ത് കിടക്കാമെന്ന് വിചാരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം. ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് അതിനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണ്. എവിടെ എങ്ങനെയാണ് നമ്മൾ 4 സ്റ്റുഡൻസിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് അവരോട് പറയണം ഒരു ടേബിളിൻ്റെ മുകളിൽ ഇത് 1 by 1 ആയിട്ട് വെക്കാൻ പറയണം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ആ 10 ബുക്ക് ഓരോരുത്തരും മുകളിൽ വെക്കുന്ന ടൈമും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ XYZ ആണ് നമ്മുടെ A ആണ് നമ്മുടെ പിള്ളേർ. നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് റെക്കോർഡ് ചെയ്ത സമയം 8, 10, 12, 6 ഒക്കെയാണ് മാസ്. നമ്മുടെ ബുക്കിൻ്റെ ടോട്ടൽ ഓരോന്നായിട്ട് വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കാരണം, ഹൈറ്റ് കാരണം mgh. അപ്പോൾ എന്താണ് എവിടെയാണ് മാസ് വന്നിരിക്കുന്നത്? M ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാവിറ്റി 9.8 ആണ്. പക്ഷേ ഇവിടെ അറൗണ്ട് നമുക്ക് 10 തന്നിട്ടുണ്ട്. 10 ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ 20 കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 1 ഇൻറ്റു 10 നമുക്ക് 20 എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എത്രമാത്രം ചെയ്തതോ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വർക്ക് എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 8 നമുക്ക് ചെയ്യുമ്പോൾ 2.5. അതുപോലെ 20 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 20 ഡിവൈഡ് ബൈ 2 1.6. അതുപോലെ 20 ഡിവൈഡ് ബൈ 6 3.3 കിട്ടി. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുള്ള വർക്ക് തുല്യമാണോ എന്ന് ചോദിച്ചിരിക്കണം. അതെല്ലാവരും ചെയ്തിട്ടുള്ള വർക്ക് 20 ജൂളാണ്. അപ്പോൾ ആരാണ് നേരത്തെ കംപ്ലീറ്റ് ആക്കിയത്? കുറച്ച് സമയം കൊണ്ട് ചെയ്ത ആളായിരിക്കും നേരത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കുക. 3.3 ആരാണ്? A ആണ് അത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. എത്ര മാത്രം പവർ, അതായത് ഹൗ മച്ച് വർക്ക് ഇൻ 1 സെക്കൻഡ്, അതായത് എത്രമാത്രം പവർ എടുത്തു? 3.3 ആണ് അവനെടുത്ത പവർ. അപ്പോൾ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. പവറിൻ്റെ യൂണിറ്റ്, പവർ എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡ് ബൈ ടൈമാണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? വർക്ക് ജൂൾ, ടൈം സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ്. അതായത് പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് വന്നിരിക്കുന്നത്. ജെയിംസ് വാട്ട് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഡിസ്കവർ ചെയ്ത കാരണമാണ് നമ്മൾ W എന്ന് പറഞ്ഞ സിമ്പലിൽ പവറിൻ്റെ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യണത്. നമുക്ക് മെഗാ വാട്ട് അവർ, കിലോ വാട്ട് അവറിലൊക്കെ നമുക്ക് ലാർജ് യൂണിറ്റ് മെഷർ ചെയ്യാൻ പറ്റും. കിലോ എന്ന് പറയുമ്പോൾ 10⁻3, മെഗാ എന്ന് പറയുമ്പോൾ 10⁻6 ആണ്. അതുപോലെ തന്നെ വെഹിക്കിൾസ്, മോട്ടോഴ്സിലൊക്കെ നമ്മൾ ഹോഴ്സ് പവറിൽ റെപ്രസെൻറ്റ് ചെയ്യും. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 746 വാട്ടാണ്. 1 ഹോഴ്സ് പവർ 746 വാട്ടാണ്. അതുപോലെ അതർ അപ്ലയൻസസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇലക്ട്രിക്കൽ നമ്മൾ അയൺ ബോക്സ്, ബൾബ്, ഇവരൊക്കെ ഈ റേഞ്ചിലാണ് നമുക്ക് സീലിംഗ് ഫാനിൻ്റെ ഒക്കെ. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? നമ്മൾ ഒരു ഇലക്ട്രിക് അയൺ ബോക്സിൻ്റെ 15 കിലോ ജൂളാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് 20 സെക്കൻഡിൽ എത്ര ചെയ്തു? എന്ന് പറയുക വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പോൾ 15 × 10⁻³ ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7.5 × 10⁻² എന്ന് പറയുമ്പോൾ 750 വാട്ട് കിട്ടും.